നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റും കൂടി ചെയ്യണം. എന്നാലും മാത്രമല്ല ഈ ഒരു ഡ്രാമ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അധികം ഒന്നും പറയണ്ട, ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലെ നമ്മളെ പെണ്ണിനാണെങ്കിൽ നമ്മളെ ചെക്കൻ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ആലോചിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന നമ്മളെ ചെക്കനെ ആയിരിക്കും. പിറ്റേ ദിവസം അവൻ നേരെ ഒരു ഷൂവിൻ്റെ ഷോപ്പിൽ പോകും. അവരാണെങ്കിൽ ചോദിക്കും അമ്മക്ക് വേണ്ടിയിട്ടാണോ ഷൂ എന്ന് ചോദിക്കും. അവനാണെങ്കിൽ പറയും അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പോകുന്നുണ്ട്, അവക്ക് വേണ്ടിയിട്ടാണെന്ന് പറയേ. അങ്ങനെ ഇവനാണെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ഷൂ എടുക്കുന്നുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ടാലും പൈസ നമ്മളെ കാര്യത്തിന് ഒക്കൂലല്ലോ. അതുകൊണ്ട് തന്നെ അയാളോടാണെങ്കിൽ എനിക്ക് നിങ്ങളെ നല്ല പരിചയമുണ്ട്, നിങ്ങളെ അച്ഛനുമായിട്ട് ഞാൻ നല്ല കമ്പനിയാണ്, അതുകൊണ്ട് കുറച്ച് പൈസ ഡിസ്കൗണ്ട് ആയിട്ട് തരുമോ എന്ന് ചോദിക്കേ. അയാളാണെങ്കിൽ പാവം ചെക്കനല്ലേ എന്ന് വിചാരിച്ച് ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ടാവും. അതും എടുത്തിട്ട് വീട്ടിൽ പോകുന്നവരായിരിക്കും. നമ്മളെ പെണ്ണ് പ്രാക്ടീസ് ചെയ്തിട്ട് അവസാനം ഉരുണ്ട് കെട്ടിയിട്ട് വീഴുന്നത് കാണുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ ആ ഒരു ഷൂ അവിടെ വെച്ചിട്ട് അവക്കിതാ ഇതുപോലെ കാലൊക്കെ തടവി കൊടുക്കുന്നുണ്ടാവേ. അവളാണെങ്കിൽ പറയുന്നുണ്ട് നീ ഇങ്ങനെ വലിയ കുട്ടിയായി ഇതുപോലൊന്നും ഇരിക്കല്ലാന്ന്. പക്ഷെങ്കിൽ നമ്മളെന്തൊക്കെ നമ്മളിതൊന്നും കേൾക്കാനേ നിൽക്കൂല. അതുപോലെ തന്നെ അവളും കേൾക്കുന്നുണ്ടാവില്ല. പെട്ടെന്നായിരിക്കും അവൾ മൂഡ് ഓഫ് ആവുന്നുണ്ടാവുക. അവനാണെങ്കിൽ എന്നാന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ പറയും ഞാൻ നിന്നെയും കാട്ടി വേസ്റ്റ് ആയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്, എനിക്ക് എന്തല്ലോ പോലെയാകുന്നത്, എത്ര ദിവസമായി ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്, എന്നെ കൊണ്ട് എന്താ പറ്റാത്തതെന്ന് ചോദിക്കുക. അതേ ടൈം അവനാണെങ്കിൽ പറയും അത് ശരിയാണ്, നീ എന്നെയും കാട്ടി വേസ്റ്റ് ആയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്, പക്ഷെങ്കിൽ നിന്നെ കൊണ്ട് പറ്റും, നിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മോട്ടിവേറ്റ് ചെയ്യുന്നേരം നമ്മളെ പെണ്ണ് കുറച്ച് ഓക്കെ ആകും. രാത്രി ആകുന്നേരം നമ്മളെ ബെയ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഫോൺ വിളിക്കുന്നുണ്ടാവേ. അവളെ വീടിന്റെ പുറത്ത് അവൻ വന്നിട്ടുണ്ട്, ഒരിക്കൽ പുറത്തേക്ക് വരുമെന്ന് ചോദിച്ചിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണും ഭയങ്കര ഹാപ്പിയിൽ പുറത്തേക്ക് പോകുന്നവരായിരിക്കും. ചെന്നാണെങ്കിൽ ഇവക്ക് ആ ഒരു ഷൂ കൊടുക്കേണ്ടിട്ട് അകത്തേക്ക് കയറുന്നുണ്ടാവുക. ആ പറഞ്ഞിട്ട് അവള് പുറത്ത് പോയി എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ അവളെ റൂമിൽ വെയിറ്റ് ചെയ്യുകയെ. ഇതേ ടൈം ആയിരിക്കും വലിയൊരു പാക്ക് എടുത്തിട്ട് ഭയങ്കര സന്തോഷത്തിൽ നമ്മളെ പെണ്ണ് വരുന്നുണ്ടാവുക. അവനാണെങ്കിൽ നീ ഇങ്ങനെ ഷൂ വാങ്ങിയോന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ പറയും അതൊന്നുമല്ല, ആ ഒരു ബെയിലെ അവനിപ്പം വന്നിന്, അവൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്, എന്നാന്നറിയില്ല ഒരിക്കൽ തുറന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയിൽ അത് തുറന്ന് നോക്കുന്നുണ്ടാവേ. നോക്കുമ്പം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂ ആയിരിക്കും. അത് കണ്ടിട്ട് അവളെ ഹാപ്പിനെസ് ഞാൻ പറയണ്ടല്ലോ, ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേങ്കിൽ നമ്മളെ ചെക്കനാണെങ്കിൽ ഹൃദയം തകർന്ന് തരിപ്പണായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. കാരണം അയാളോട് ബാർഗെയിനും ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് ഇവക്കൊരു ഷൂ കൊണ്ടുവന്നിട്ട് അതിനേക്കാട്ടി വൃത്തിയുള്ള ഷൂ വേറൊരുത്തം കൊടുത്താലുണ്ടാവുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കും അവൻ ഇരിക്കുന്നുണ്ടാവുക. ഇനി ഇത് കഴിച്ചിട്ട് ഇറക്കണോ അല്ലെങ്കിൽ മധുരിച്ചിട്ട് തുപ്പണോ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരവസ്ഥ. നമ്മളെ ചെക്കൻ്റെ മാനസികാവസ്ഥ നമുക്ക് പറയാനേ പറ്റില്ല. അവനാണെങ്കിൽ ഇവക്കിത് കൊടുക്കാൻ കഴിയാണ്ട് നേരെ പുറത്തേക്ക് പോയിട്ട് ഇരുന്നിട്ട് അവളെ റൂം തന്നെ നോക്കിയിരിക്കുന്നുണ്ടാവേ. നമ്മളെ മനസ്സിൽ ഒന്നും ഉണ്ടായിട്ട് അത് പറയാൻ പറ്റാത്തൊരവസ്ഥയില്ലേ, അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും. കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ നമ്മളെ ചെക്കനാണെങ്കിൽ ഡാൻസ് കളിക്കാൻ ഒട്ടും മൂടുണ്ടാവില്ല. അവനാണെങ്കിൽ നമ്മളെ ബെയിൻ്റെ അടുത്ത് പോയിട്ട് പറയും നിങ്ങൾ രണ്ടാളും ഡാൻസ് കളിച്ചോ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടാളെയും ഇടക്ക് കയറാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയേ. എന്നിട്ട് നമ്മളെ ചെക്കൻ അവിടുന്ന് പോകുന്നുണ്ടാവും. ബെയ് ആണെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഇവനിതെന്നപ്പോൾ പറ്റിയത്, ഇവൻ്റെ പ്രശ്നം എന്താണെന്ന്. ആ ഒരു കാര്യം നമ്മളെ ചെക്കൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ ബെയ് ചോദിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ചെക്കനാണെങ്കിൽ വിട്ടിട്ടൊന്നും പറയുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ പറയും 100 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നതാണ്, ഞാൻ എന്ന് വെച്ചാൽ നിന്റെ ഗോഡ് ഫാദർ പോലെയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി, തിരിച്ചൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ ചെക്കൻ അവിടുന്ന് പോകുന്നുണ്ടാവുക. അങ്ങനെ ഇവരെ ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസത്ത് നമ്മളെ പെണ്ണ് അന്നത്തെ ദിവസം ഭയങ്കര ക്യൂട്ടായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവളെ കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടിട്ട് നോക്കുന്നുണ്ടാവും. കാരണം ഇതുവരെ ആരും അവൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഇന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയിൽ, ഇന്നല്ല എപ്പോൾ കാണുമ്പോഴും എനിക്ക് ഇവളൊരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളോട് ആ ഒരു ഷൂവിൻ്റെ കാര്യങ്ങളൊക്കെ പിള്ളേർ ചോദിക്കുന്നുണ്ടാവേ. അവൾ ആരാ തന്നതെന്നൊന്നും പറയുന്നുണ്ടാവില്ലേ, എനിക്കൊരാളെ ഗിഫ്റ്റ് തന്നെന്ന് മാത്രമായിരിക്കും പറയുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ പെണ്ണ് ബെയിനെ കൊണ്ട് ചോദിക്കും. എന്നേരായിരിക്കും നമ്മളെ ഒരു പഠിപ്പി പെണ്ണില്ലേ അവൾ പറയുന്നുണ്ടാവുക അവനാണെങ്കിൽ കെസിൻ്റെ കൂടെയേ വരുള്ളൂ, രണ്ടാളും എന്തോ ഒരു പരിപാടിക്ക് പോയിട്ടാണത്, അത് കഴിഞ്ഞിട്ട് വരുന്ന പറഞ്ഞേന്ന് പറയും. അതേ ടൈം കെസിൻ്റെ വീട്ടിൽ നോക്കുന്നതാണെങ്കിൽ ഇവരെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും. എൻ്റെ അമ്മയാണെങ്കിൽ ഫോണ് വിളിച്ചിട്ട് എവിടെയാ പോകുന്നേരം നമ്മളെ ചെക്കൻ്റെ അച്ഛനാണെങ്കിൽ പറയും നിങ്ങളിന്ന് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ സാറിനോട് പറഞ്ഞെന്ന് പറയേ. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും എനിക്കിന്ന് വേഗം പോയേ പറ്റുള്ളൂ, ഞാൻ പോകാൻ നോക്കുന്നതെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ പറയും അവിടെ ഇരുന്നോളണം, നീ ഇന്ന് എന്തിനാ പോകുന്നതെന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം, ഈ ഒരു കാര്യം കൊണ്ട് നിന്റെ വിദ്യാഭ്യാസം മൊത്തം പോയിട്ടാണത്, നീ എന്നാ കളിച്ചു കൂട്ടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ കുറ്റപ്പെടുത്തി കൂടെ നിൽക്കുന്നുണ്ടാവേ. കുറേ അവക്ഷേമിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചെക്കൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള നമ്മളെ ഷീനെ കൊണ്ടും പിള്ളേരെ എല്ലാവരെ കൊണ്ടും ഇങ്ങനെ അവർ അൺഎഡ്യൂക്കേറ്റഡ് ആണ്, അവരെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഇവന് സഹിക്കാൻ പറ്റില്ല. ഇവൻ
അവനാണെങ്കിൽ പറയും നിങ്ങൾ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ തന്നെയാണ് അവരെ പാരൻസും അവരെ വളർത്തിയത്, അവരെ വളർത്താൻ പെടുന്ന കഷ്ടപ്പാട് അവരെ പാരൻസിന് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഇനി മുതൽ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് നിങ്ങൾ പറഞ്ഞു പോവരുത് എന്ന് പറയൂ. ഇതൊരിക്കലും അച്ഛൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ, പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും ദേഷ്യമല്ലേ. അതുകൊണ്ട് അച്ഛനാണെങ്കിൽ പിന്നെയും ഓരോന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ പറയും നിങ്ങൾക്കൊരു കാര്യം അറിയാം, നിങ്ങളെ സ്വഭാവം കൊണ്ട് ഓരോ നിമിഷവും ഞാൻ നിങ്ങളെ വെറുത്തുകൊണ്ട് നിൽക്കുന്നതാണ്. എനിക്ക് നിങ്ങളെ പോലെ ഒരു അച്ഛനെ വേണമെന്ന് ആഗ്രഹമില്ല. ഓരോ അച്ഛന്മാർ അവരെ മക്കളോട് പെരുമാറുന്ന കാണുമ്പോൾ ഞാൻ എത്ര ഹാപ്പി ആയിട്ട് എനിക്കെന്താ അതുപോലത്തെ കിട്ടാത്തതെന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ എന്നെ നല്ലോണം വളർത്തുന്നുണ്ടെന്ന്, പക്ഷേ ഒരിക്കലുമല്ല. നിങ്ങളെ കണ്ണിൽ മാത്രമേ ഞാൻ നല്ലത്, പക്ഷേ എൻ്റെ കണ്ണിൽ ഞാൻ വെറും വേസ്റ്റാണ്, വെറും വേസ്റ്റ് എന്ന് മാത്രമല്ല അവർ കൂടെ നിൽക്കുന്ന ടൈമിൽ ആ ടൈമാണ് ഞാൻ ഹാപ്പിനെസ് എന്നാണ്, ഹാപ്പിനെസ്സിൻ്റെ ഒരു ഫീലിംഗ് എന്നാണ് അതൊക്കെ മനസ്സിലായത്. നിങ്ങളെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ ഡിപ്രഷൻ അടിച്ച് മരിച്ചുകൊണ്ട് നിൽക്കുന്നതിനൊന്നും പറയേ. ഇതൊക്കെ കേട്ടോണ്ടായിരിക്കും കെസിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. മീൻസ് വേറൊരാളെ മുന്നിൽ നിന്ന് ഇൻസൾട്ട് ചെയ്യുമ്പോൾ അത് ആർക്കായാലും സഹിക്കൂലല്ലോ. അച്ഛനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് നമ്മളെ ചെക്കനോട് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കൊന്നു പറയേ. അവനാണെങ്കിൽ അവൻ്റെ ബാഗ് എടുക്കേണ്ടിട്ട് റൂമിലേക്ക് കയറുന്നേരം അച്ഛനൊരു ദേഷ്യത്തിൽ അവൻ്റെ ആ ഒരു ഡോറ് പൂട്ടുന്നുണ്ടാവും. അവനാണെങ്കിൽ പറയുന്നുണ്ട് അച്ഛാ തുറക്കച്ച, ഇന്നത്തെ രാത്രി എനിക്ക് എത്ര പ്രധാനപ്പെട്ടതാണ് അച്ഛൻ അറിയില്ല, അച്ഛ പ്ലീസ് തുറക്ക് എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അച്ഛനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകും. കെസിനും ഉണ്ടാവേ. കെസിനോട് അവൻ പറയുന്നുണ്ട് നമ്മൾ രണ്ടാളും ഒപ്പരം വളർന്നതല്ലേ, നിനക്കറിയാലോ ഇന്നത്തെ രാത്രി എത്ര സ്പെഷ്യലായി നിൽക്കുന്നു, പ്ലീസ് ഒരിക്കൽ തുറക്കെന്ന് പറയുമ്പോൾ കെസിനാണെങ്കിൽ കമാന്നുള്ള ഒരു അക്ഷരം ഉണ്ടാണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. ഇതൊന്നും അറിയാണ്ട് നമ്മളെ പിള്ളേരാണെങ്കിൽ ഡാൻസ് കളിച്ചോണ്ട് നിൽക്കുന്നതായിരിക്കും. ഇതേ ടൈം നമ്മളെ പെണ്ണ് പറയുന്നുണ്ട് ഒരു ബെയ്ച്ചക്കൻ എവിടെയാ പോയത്, പരിപാടി തുടങ്ങാനായി അവനെന്താ വരാത്തത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ബെയിനെ കുറ്റം പറഞ്ഞോട് നിൽക്കുന്നതായിരിക്കും. കെസിന് വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പിള്ളേരോട് പറയുന്നുണ്ടാവുക. ഇത് കേട്ടപാട് നമ്മളെ ചെന്നിൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ വരുന്നുണ്ടാവുക. അതേ ടൈം സീഹ ആണെങ്കിൽ പരിപാടി തുടങ്ങാൻ പോകുന്നുള്ള കാര്യം പറയാനും വരുന്നുണ്ടാവും. സീഹനോട് നമ്മളെ ചെന്നാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബെയിനെ രക്ഷിക്കാൻ അവൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മളെ സീഹക്കും പുയിലേക്കും ഭയങ്കര ആവേശമായില്ലേ. നമ്മളെ പെണ്ണും നമ്മളെ പിള്ളേരെയാണെങ്കിൽ പറഞ്ഞു വിടുന്നുണ്ടാവും. ബെയിൻ്റെ വീട്ടിൽ പോയിട്ട് ഓരോ മണ്ടത്തരങ്ങളായിരിക്കും കാണിക്കുന്നുണ്ടാവും. വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കുക, കത്രിക എടുത്തിട്ട് മുറിക്കാൻ നോക്കുക, വാതിലെല്ലാം എങ്ങനെയെങ്കിലും മുറിക്കാൻ പറ്റുക, അങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങൾ കളിച്ചിട്ടായിരിക്കും അവസാനം ജയിലെന്ന് പറഞ്ഞത് ജനല് വഴി അവനെ ചാടിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നുണ്ടാവുക. പിള്ളേരെല്ലാവരും കൂടിയിട്ട് ആ ഒരു ജനലിൻ്റെ അടുത്ത് പോയിട്ട് അവനെ വിളിച്ചോണ്ട് നോക്കി. അവനാണെങ്കിൽ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ട് താഴെ കയറുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഇവർ വരുമോ ഇല്ലേന്നൊന്നും അറിയാണ്ട് ആ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഇരിക്കുവേ. അവളാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്നതായിരിക്കും. നമ്മളെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവനെ കാണുമ്പോൾ നമ്മളെ പെണ്ണിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ടാവും. അങ്ങനെ അവരെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യും. അവർ അടിപൊളിയായിട്ട് കപ്പിൾ ഡാൻസ് കളിക്കുന്നുണ്ടാവുക. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കൻ്റെ സിംഗിൾ പെർഫോമൻസും ഉണ്ടാവുമായിരിക്കും. സിംഗിൾ കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനും നമ്മളെ ബെയ്യും തമ്മിലത്തെ പേരും മറന്നു, ചെക്കനും ബെയ്യും തമ്മിലത്തെ പെർഫോമൻസും ഉണ്ടാവുക. നമ്മളെ ചെക്കനും ബെയ്യും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടാവും. അങ്ങനെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ ഹാപ്പിനെസ്സിൽ എല്ലാവരും ഒപ്പം ഇരുന്നിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവുക. ഇതേ ടൈം കെസിനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കും നിൻ്റെ കൂടെ ആണെങ്കിൽ രണ്ടാൾക്കാർ ഡാൻസ് കളിച്ചിട്ടില്ലേ, അതിൽ നിനക്ക് ബെയിൻ്റെ ഡാൻസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിൻ്റെ ചെന്നിൻ്റെ ഡാൻസ് ആണോ എന്ന് ചോദിക്കുക. നമ്മളെ പെണ്ണാണെങ്കിൽ എന്നാ ഭഗവാനെ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് രണ്ടാൾ നോക്കുന്ന ടൈമായിരിക്കും. ഈ ടൈം നമ്മളെ സീഹയാണെങ്കിൽ നമ്മളെ പെണ്ണിനെ രക്ഷപ്പെടുത്തുന്നുണ്ടാവുക. അവനാണെങ്കിൽ പറയും നിങ്ങൾക്കൊരു കാര്യം അറിയാം, നിങ്ങൾ ഈ രണ്ട് ചെക്കന്മാരെ ഡാൻസ് അല്ലേ കണ്ടിട്ടുള്ളൂ, എൻ്റെ ഡാൻസ് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്ന് പറയും. അതേ ടൈം എല്ലാവരും കൂടിയിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കുക. നമ്മളെ വിചാരിക്കും എന്തെങ്കിലും പൊട്ട ഡാൻസാണ് കളിക്കാൻ പോകുന്നതിന്, പക്ഷേ അങ്ങനെ ആയിരിക്കൂല, അവൻ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെ കെസിനെ ചോദിച്ച ഈ ഒരു ചോദ്യമില്ലേ എത്തുന്ന ഷീ നൈസായിട്ട് രക്ഷപ്പെടുന്നുണ്ടാവും. ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ടും നമ്മളെ ബെയ്യും പെണ്ണും ആണെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. ഇത് നമ്മളെ ചെക്കനെ സഹിക്കുന്നേ ഉണ്ടാവില്ല. അന്ന് നമ്മളെ ചെക്കനെ കണ്ട ഒരു ഗുണ്ടയില്ലേ, അയാളെ നമുക്ക് ഗുണ്ടാന്ന് തന്നെ വിളിക്കുക. ആ ഒരു ഗുണ്ടയാണെങ്കിൽ ഇവനെ നിരീക്ഷിച്ചോട് നിൽക്കുന്നുണ്ടാവേ. എന്നിട്ട് പെട്ടെന്നാണെങ്കിൽ ഇവരിടക്കേക്ക് വരുന്നുണ്ടാവും. ഈ ഒരു ഗുണ്ട നമ്മളെ സീഹൻ്റെയും കൂടി ബോസ് ആയതുകൊണ്ട് സീഹക്കറിയായിരിക്കും. അങ്ങനെ അവർ രണ്ടാളും പരിചയം പുകഴ്ത്തിയിട്ട് പരിചയ അസംഭവമില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഗുണ്ടയാണെങ്കിൽ നേരെ നമ്മളെ ചെക്കൻ്റെ ഷോൾഡറിൽ ഇരുന്ന ഇതുപോലെ കൈ ഇടുന്നുണ്ടാവും. എന്നിട്ട് അവനാണെങ്കിൽ പറയും അന്ന് ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിന്, അത് നീ നടക്കൂല എന്ന് പറഞ്ഞത്, പക്ഷേ വിധി പിന്നെയും നിന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അതിൻ്റെ അർത്ഥം നിനക്ക് എനിക്ക് എന്തെല്ലോ ചെയ്തു തരാനുണ്ട് എന്നല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനോട് നീയും ഈ ഒരു ചെന്നും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവേ. നമ്മളെ ചെക്കനാണെങ്കിൽ എന്നാ മറുപടി പറയേണ്ടതെന്ന് തിരിയുന്നുണ്ടാവും.
ഉണ്ടാവില്ല. ഇയാളാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗുണ്ടേനെയും പിടിച്ചിട്ട് നമ്മളെ ചെക്കൻ നേരെ പുറത്തേക്ക് വരും. അയാളാണെങ്കിൽ അന്നെന്നാണോ ഇവനോട് പറഞ്ഞത് അത് തന്നെ പിന്നെയും പറഞ്ഞോട് നിൽക്കുക. നമ്മളെ ചെക്കനാണെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയുന്നേരം അവനാണെങ്കിൽ ചോദിക്കും, ആ കാണുന്ന പെണ്ണില്ലേ അവളെ നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ഇഷ്ടമൊന്നുമല്ല, അവൾ എൻ്റെ സിസ്റ്ററിനെ പോലെയാണെന്ന് പറയുന്നേരം അവനാണെങ്കിൽ പറയും എന്തോ വേണമെങ്കിലും ആയിക്കോട്ടെ, അവക്ക് നിനക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിന്റെ കയ്യിൽ പൈസ വേണ്ടേ, പൈസ വേണമെങ്കിൽ നീ അധ്വാനിക്കണ്ടേ, എത്ര കാലം എന്ന് വെച്ചിട്ട് ചെറിയ ജോലികൾ ചെയ്തിട്ട് നീ ഇങ്ങനെ പൈസ ഉണ്ടാക്കുക, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിലോ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ നിനക്ക് എൻ്റെ കൂടെ കൂടുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും. ഇതേ ടൈം ആയിരിക്കും സീഹി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. അവനാണെങ്കിൽ വന്നിട്ട് ഈ ഒരു ഗുണ്ടേനെ പുകഴ്ത്തി പറയുന്നുണ്ടാവും, ഇയാളാണെങ്കിൽ നല്ല മനുഷ്യനാണ്, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഇയാളാണെന്ന് സഹായിക്കല്, അങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഇതൊക്കെ കേട്ടിട്ടും ഈ ഒരു ഗുണ്ടക്ക് നമ്മളെ ചെക്കൻ മറുപടി കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ അവന്റെ മൈൻഡിൽ എന്തെല്ലോ കൺഫ്യൂഷൻസ് വന്ന പോലെ നമ്മൾ അവന്റെ മുഖം കാണുമ്പോൾ തിരിയുന്നുണ്ട്. നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കൻ്റെ അച്ഛനും വേറൊരു പെണ്ണുങ്ങളും കൂടിയിട്ട് ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അച്ഛനാണെങ്കിൽ അവരോട് പറയൂ, നിങ്ങൾ ഞാനുമായിട്ട് ഡേറ്റ് ചെയ്യുന്നത് എന്നെ കല്യാണം കഴിക്കാനാണെന്ന് എനിക്കത് നല്ലോണം അറിയാം, പക്ഷെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല, എൻ്റെ ജീവിതത്തിൻ്റെ ഇത്ര കാലം ഞാൻ ജീവിച്ചത് ചെന്നിൻ്റെ കൂടെയാണ്, എന്നും എനിക്ക് അവൻ്റെ കൂടെ തന്നെ ജീവിക്കണം, അതുകൊണ്ട് ഞാൻ കല്യാണത്തിൻ്റെ കൂടെ തിങ്കാക്കുന്നേ ഇല്ല എന്ന് പറയേ. ഇയാൾ പറയുന്ന കാര്യം ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ അച്ഛനോടാണെങ്കിൽ പറയും അതൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിക്കും. നമ്മൾ അച്ഛനും അതിന് ഓക്കെ എന്ന് പറയുന്നുണ്ടാവും. ഇതുപോലത്തെ ഒരു അച്ഛനെ കിട്ടാനൊക്കെ ഭാഗ്യല്ലേ. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും നമ്മളെ പിള്ളേർ രണ്ടാളും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഇത് കാണുമ്പോൾ നമ്മളെ ചെന്നിനെ സഹിക്കാൻ പറ്റില്ല. നമ്മളെ അച്ഛനും ചെന്നിനെ കണ്ടിട്ട് അവനോട് സംസാരിക്കാനായിട്ട് വരുന്നേരം നമ്മളെ ചെന്നാണെങ്കിൽ പറയും നിങ്ങളെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ഇനി മുതൽ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വരണ്ട, നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യങ്ങളും നിങ്ങളെ ആഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകുന്നുണ്ടാവേ. അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട് മോനെ അങ്ങനെയല്ല എന്ന്, പക്ഷെങ്കിൽ ചെന്നാണെങ്കിൽ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നുണ്ടാവില്ല. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അച്ഛൻ പേടിക്കേണ്ട, ഞാൻ അവനെ പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൾ അവൻ്റെ കൂടെ പോകുന്നുണ്ടാവുക. അച്ഛനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു നിസ്സഹായക അവസ്ഥയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ രാത്രിയായിട്ടും നമ്മളെ ചെക്കൻ വീട്ടിൽ വരാത്തത് കാണുമ്പോൾ അച്ഛന് ടെൻഷൻ ആവുന്നുണ്ടാവേ. നോക്കുമ്പോൾ ആയിരിക്കും നമ്മളെ ചെക്കൻ കുടിച്ച് ഫ്യൂസ് ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അച്ഛനാണെങ്കിൽ അവനെ ചീത്ത പറഞ്ഞോണ്ട് നിൽക്കുന്നേരം അവനാണെങ്കിൽ പറയും നിങ്ങൾ എൻ്റെ സ്വന്തം അച്ഛനൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, എൻ്റെ അച്ഛനായ ഒരു ഷീൻ്റെ അച്ഛനല്ലേ, അത് എനിക്കറിയാം, നിങ്ങൾ എൻ്റെ ബയോളജിക്കൽ ഫാദർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലോ വിളിച്ച് പറയുന്നുണ്ടാവേ. അച്ഛനാണെങ്കിൽ പറയും മിണ്ടാണ്ട് നിന്നോ, അറിയാത്ത കാര്യങ്ങളോ ഞാൻ പറയാത്ത കാര്യങ്ങളോ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളോ എന്നോട് പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് അച്ഛനും ദേഷ്യം പിടിക്കുന്നുണ്ടാവും. അങ്ങനെ രണ്ടാളും ഓരോ ഡ്രിങ്ക്സ് ഇട്ടതിന് ശേഷം അവർ കാര്യങ്ങൾ സംസാരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ അന്ന് നമ്മളെ ഷീൻ്റെ അച്ഛനും ഈ ഒരു അച്ഛനും കൂടിയിട്ട് സംസാരിച്ചിട്ട് അവർ രണ്ടാളും ഒരാളെ മക്കളാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്കനാണെങ്കിൽ ഈ ഒരു അച്ഛനോട് പറയേ. അച്ഛനാണെങ്കിൽ പറയും എടാ മണ്ട, അങ്ങനെയല്ല, അന്ന് നമ്മൾ രണ്ടാളും നല്ലോണം ഡ്രിങ്ക്സ് അടിച്ചിട്ടില്ലേ, അതുകൊണ്ട് നമുക്ക് രണ്ടാക്കും ബോധം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാണ്ട് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ അച്ഛനും അച്ഛൻ്റെ ഭാര്യനെയും കണ്ട കഥ, അതായത് നമ്മളെ ചെന്നിൻ്റെ അമ്മേനെയും കണ്ട കഥയാണെങ്കിൽ നമ്മളെ ചെക്കനോട് പറഞ്ഞു കൊടുക്കൂ. അതായത് നമ്മളെ ഷീൻ്റെ അച്ഛനും നമ്മളെ ചെക്കൻ്റെ അമ്മയും ഒരു കമ്പനിയിലായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവുക, നമ്മളെ അച്ഛൻ വേറെ ഏതോ ഒരു കമ്പനിയിലായിരിക്കും. അങ്ങനെ ഷീൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ നിന്ന് ഹൈക്കിങ്ങിന് പോകുന്ന ടൈം ഷീൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ആണല്ലോ നമ്മളെ അച്ഛനെയും വിളിക്കുന്നുണ്ടാവും. അവിടെ എത്തിയിട്ട് നോക്കുന്നേരം എല്ലാവരും ആരാ ഫസ്റ്റ് മല കയറുമോ എന്നുള്ള ഒരു ഫൈറ്റിലായിരിക്കും, എക്സൈറ്റ്മെന്റിലായിരിക്കും. അങ്ങനെ എല്ലാവരും മല കയറുന്നേരം നമ്മളെ അച്ഛനാണെങ്കിൽ അടച്ച് തുറക്കുന്നേരം അവിടെ ആരും കാണുന്നുണ്ടാവില്ല, കാരണം എല്ലാവരും ഫാസ്റ്റിൽ പോയിട്ടുണ്ടാവും. ബാക്കിലോട്ട് നോക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ ചെന്നിൻ്റെ അമ്മയാണെങ്കിൽ കാലിന് എന്തോ ഒരു പ്രശ്നമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ അതായത് നമ്മളെ അച്ഛനാണെങ്കിൽ കുറച്ച് ഹീറോയിസം കാണിക്കണ്ടിട്ട് അമ്മേനെ എടുത്തിട്ട് നടന്നിട്ടുണ്ടാവും. അന്ന് അച്ഛൻ ഒരുപാട് ടയേർഡ് ആയിട്ടുണ്ടാവും. നിന്റെ അമ്മ നല്ല വെയിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ചെന്നിൻ്റെ അച്ഛനാണെങ്കിൽ പറയുന്നേരം നമ്മളെ ചെന്നാണെങ്കിൽ ചോദിക്കും ഇതെല്ലാം ഉള്ളതാണോ എന്ന് ചോദിക്കും. അതേ ടൈം അച്ഛനാണെങ്കിൽ പറയും ആ മണ്ട, എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്, അന്ന് ഞാൻ ഷീൻ്റെ അച്ഛനോട് താങ്ക് യു എന്ന് പറഞ്ഞത് ഷീൻ്റെ അച്ഛനുള്ളത് കൊണ്ട് മാത്രമല്ലേ നിന്റെ അമ്മേനെ എനിക്ക് കാണാൻ പറ്റിയത്, നിന്റെ അമ്മയുള്ളത് കൊണ്ട് മാത്രമല്ലേ നിന്നെ എനിക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ അവനോട് എനിക്കൊരു മോനെ തന്നതിൽ നിന്നോട് ഞാൻ നന്ദിയുണ്ട് എന്ന് പറഞ്ഞത്, അല്ലാണ്ട് നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടാവും. പാവം നമ്മളും കുറെ ടെൻഷൻ അടിച്ച്. അച്ഛനാണെങ്കിൽ പറയും ഇനി മേലാൽ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം സംസാരിക്കുക, അല്ലാണ്ട് വായി തോന്നിയത് മൊത്തം സംസാരിക്കാണ്ട് നിൽക്കുക, നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ബാച്ചിലറായിട്ട് നിൽക്കുന്നത്, നീയും ഇനി മുതൽ ബാച്ചിലറായിട്ട് നിന്നോ, എനിക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാം, പക്ഷെങ്കിൽ വേണ്ട, നമുക്ക് രണ്ടാൾക്കും ഇങ്ങനെ ബാച്ചിലറായിട്ട്
ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കാന്നെന്ന് പറയാം. വാളച്ചന് ടെൻഷൻ ആയില്ല. അവനാണെങ്കിൽ പറയും എന്ത് ബാച്ചിലറാ ഞാനാ, അതൊന്നും നടക്കൂല, ഞാനൊരു ഗേൾ ഫ്രണ്ടിനൊക്കെ കണ്ടുപിടിക്കും എന്ന് പറയേ. അച്ഛനാണെങ്കിൽ ചോദിക്കും എടാ ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചാൽ നീ എന്നെ വിട്ടിട്ട് പോകുമെന്ന് ചോദിക്കുന്നേരം അവനാണെങ്കിൽ പറയും പിന്നെ നിങ്ങളുടെ കൂടെ എപ്പോഴും ജീവിക്കാൻ പറ്റുമോ, ഞാൻ ഇങ്ങനെ അവളെയും കൂട്ടിയിട്ട് വേറെ എവിടെയെങ്കിലും പോകും, നിങ്ങളിങ്ങനെ ബാച്ചിലറായിട്ട് ഇവിടെ തന്നെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെക്കൻ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ട് ആവുന്നുണ്ടാവും. നമ്മളെ അച്ഛനാണെങ്കിൽ ഇവനോട് എന്നാ ഭഗവാനെ പറയാന്നെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അച്ഛൻ്റെ ഈ ഒരു കൺഫ്യൂഷനും സ്നേഹവും ഒക്കെ കൂടിയിട്ടുള്ള ഫേസ് കാണിച്ചിട്ടായിരിക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല കാര്യങ്ങൾ, പക്ഷെങ്കിൽ എന്നും ഒരുപാട് ട്വിസ്റ്റ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ 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 ബൈ.